LGS 2026 എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കണ്ടുപോകണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഹോട്ട് ടോപ്പിക്സും റിവിഷനും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഉറപ്പിക്കൂ. LGS 2026 ഹോട്ട് ടോപ്പിക്സിന് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. അറിയാലോ LGS എക്സാമിന് ഇനി അധിക സമയമില്ലെന്ന്. ഈ സമയത്ത് പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയാണ് റിവൈസ് ചെയ്യേണ്ടത്. ഏതൊരു എക്സാമിൻ്റെ PYQ എടുത്ത് നോക്കിയാലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യം റിവൈസ് ചെയ്യേണ്ടതും നമ്മുടെ ഹോട്ട് ടോപ്പിക്കും ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ അടിസ്ഥാന അവകാശങ്ങൾ, അടിസ്ഥാന കടമകൾ, സംസ്ഥാന നയനിർദ്ദേശക തത്വങ്ങൾ, പ്രധാന അനുച്ഛേദങ്ങൾ എന്നിവ ഉറപ്പായിട്ടും പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു 10-300 ആർട്ടിക്കിൾസ് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. അതൊക്കെ നല്ല രീതിയിൽ റിവിഷനും ചെയ്തു പോവുക. ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് അത് മാത്രം ഒന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും ടോപ്പിക്കും നോക്കാം. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെയും കേരളത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് പോവുക. പിന്നെ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. നദികൾ, അണക്കെട്ടുകൾ, ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇന്ത്യയിലെ പർവ്വതനിരകൾ, നദികൾ, സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും, ലോക ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു PYQ എടുത്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. അടുത്തത് ശാസ്ത്രത്തിൽ നിന്നും മനുഷ്യ ശരീരത്തിൻ്റെ വിറ്റാമിനുകൾ, രോഗങ്ങൾ, രോഗകാരികൾ, വെളിച്ചം, ശബ്ദം, വൈദ്യുതി, ആസിഡ്, ലോഹങ്ങൾ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രം, RBI, ബാങ്കിങ്, ബജറ്റ്, കമ്പ്യൂട്ടറിലെ അടിസ്ഥാന ഭാഗങ്ങൾ, ഇൻ്റർനെറ്റ്, AI, സൈബർ സുരക്ഷ എന്നിവയൊക്കെ ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്യണം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കല, കായികം, സാഹിത്യം. ഇതിൽ കായികം പ്രധാന പുരസ്കാരങ്ങളും പുസ്തകങ്ങളും രചയിതാക്കളും ഇന്ത്യയിലെയും കേരളത്തിലെയും ദേശീയ അന്തർദേശീയ സംഘടനകൾ എന്നിവയൊക്കെ വിട്ടുപോകാതെ പഠിക്കണം. കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടും 6 മുതൽ 8 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും റിവൈസ് ചെയ്യണം. അവസാന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. PYQs അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 3-4 പ്രാവശ്യം തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെ പോകണം. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ്. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോകാതെ നല്ല രീതിയിൽ പഠിക്കുകയും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുകയും വേണം. ഇപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് PYQസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കൂ. ഇതുവരെയും LGSൻ്റെ സിലബസും കാര്യങ്ങളൊന്നും പ്രിൻ്റ് എടുക്കാത്തവരും സിലബസ് നോക്കാത്തവരും സിലബസൊക്കെ നോക്കിയിട്ട് എത്ര മാർക്കിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓർക്കുക, അവസാന നിമിഷത്തെ സ്മാർട്ട് റിവിഷൻ നിങ്ങളുടെ മാർക്ക് ഉയർത്തും. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതണം. അവസാന നിമിഷങ്ങളായതുകൊണ്ട് ആരും റാങ്ക് ഫയലും അതുപോലെ തന്നെ വലിയ വലിയ നോട്ടും പുസ്തകങ്ങളൊന്നും വായിക്കാൻ പോകരുത്. അതിന് പകരം നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ചെറിയ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നോക്കിയിട്ട് റിവിഷൻ മാത്രം ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മറന്നു പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ഇനി LGS എക്സാമിന് കൂടിപ്പോയാൽ ഒരു 4-5 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ റിവിഷൻ മാത്രം ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പരമാവധി എല്ലാവരും മൈനസ് മാർക്കുകൾ കുറച്ചിട്ട് പോയിൻ്റ് കൂട്ടാൻ നോക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി പോവുക. ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ വയ്യെ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.